ഗായ്സ് വെൽക്കം ബാക്ക്. ഞാൻ റാസി. ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾട്ടോ ഈ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. ഇദ്ദേഹം കൊണ്ടുവന്ന വണ്ടിയാണ്. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് ഈ ഒരു ആൾട്ടോ. ഞാൻ ഇതിന്റെ ഓണർ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ ഓണർ പുറത്തല്ലേ? ഇതിന്റെ ഗുജറാത്തിലാണ്. ഓക്കെ, ഇതിന്റെ ഓണർ ഗുജറാത്തിലാണുള്ളത്. അപ്പൊ ഗൈസ് ഈ വണ്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം ഓടിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഓടി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ മിസ്സിങ് തുടങ്ങും കേട്ടോ. പിന്നെ നമുക്ക് ആക്സിലേറ്റർ ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് പവർ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആൾട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഏതൊക്കെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഈ വണ്ടിക്ക് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു കണക്ടർ വരുന്നുണ്ട്. നമ്മുടെ സീറ്റിന്റെ അടിയിലിട്ട് വണ്ടിന്റെ റൈറ്റ് സൈഡിലായിട്ട് നേരെ ഈ ബാക്ക് സൈഡിൽ ആ കണക്ടർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആ കണക്ടറിൽ വേറെ കൊറോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ കണക്ടർ പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് എന്താണുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ നോക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ക്യാപ്പാണ്. അപ്പം ഇത് 40,000 കിലോമീറ്റർ 43,000 കിലോമീറ്ററേ ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഈ വണ്ടി സിംഗിൾ ഓണർ അല്ലേ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പെർഫെക്റ്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇവർ ഈ വണ്ടി സെയിൽ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും നമ്മളെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഈ വണ്ടി ഇപ്പൊ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്ത കാര്യം പറയാം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ക്യാപ്പ് ഞാൻ ക്ലീൻ ചെയ്തു, വീണ്ടും വണ്ടി ഡ്രൈവ് ചെയ്തു, വീണ്ടും സംഭവിച്ചത് ഇതേ പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പാർക്ക് പ്ലഗ് ആട്ടോ. അപ്പൊ ഇതിന്റെ സ്പാർക്ക് പ്ലഗ് ഞാൻ അയച്ചു നോക്കി. സ്പാർക്ക് പ്ലഗ് ഒരുപാട് പഴക്കമുള്ള പ്ലഗ് ആണ്. കണ്ടാൽ തന്നെ അറിയാം വണ്ടി ഇറങ്ങിയ സമയത്തുള്ള പ്ലഗ് ആണ് ബ്രോ. ഓക്കെ, അപ്പൊ വണ്ടി ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന സ്പാർക്ക് പ്ലഗ് ആണ്. ഏകദേശം ഒരു 10-50 വർഷം പഴക്കമുള്ള സ്പാർക്ക് പ്ലഗ്. അപ്പം ആ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്തു, നമ്മൾ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഇപ്പൊ വണ്ടി പക്ക പെർഫെക്റ്റ് ആണ്. ബ്രോ വണ്ടി ഓടിക്കുമ്പോ അല്ലേ? നല്ല പവർ കിട്ടുന്നില്ലേ? നല്ല പവർ കിട്ടുന്നുണ്ട്. ഇത് മുന്നേ ഒരുപാട് വർക്ക്ഷോപ്പിൽ നമ്മൾ കാണിച്ചാണ് ഈ സാധനം. ആണല്ലേ? കാണിച്ചെന്നല്ല, അതായത് നമ്മൾ ഈ സ്ഥിരമായിട്ട് സർവീസ് എടുക്കുന്ന വണ്ടിയായിരുന്നു. പിന്നെ പെട്ടെന്നുള്ള ഇതിന്റെ ഒരു ഓണറെ ഡെത്ത് കാരണമാണ് വണ്ടി വീട്ടിൽ കിടന്നത്. അപ്പോ ആ ഒരു കേസ് കാരണമാണ് വീട്ടിൽ കിടന്നത്. പക്ഷെ ഈ പ്ലഗ് ആരും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ. സ്ഥിരമായിട്ട് സർവീസ് എടുക്കുന്ന വണ്ടി തന്നെയായിരുന്നു. അപ്പോ ഇതിങ്ങനെ കിടന്ന് ബാറ്ററി ഡൗൺ ആയപ്പോ ഞാൻ ബ്രോനെ കോണ്ടാക്ട് ചെയ്താണ് ചെയ്തത്. ബാക്കി ഡീറ്റെയിലൊക്കെ ബ്രോക്കെ അറിയാലോ. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ ഫൈനലി ഇതിന്റെ പ്രശ്നം ക്ലിയർ ആയി. ഇത് വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള പണിയൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പം ആകെ നമ്മൾ മാറിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്ലഗ് മാത്രമാണ്. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാം. ഫുൾ സർവീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യാം. പ്ലഗ് ഓൾറെഡി മാറി. ഇതിന്റെ എയർ ഫിൽറ്റർ ഒക്കെ പുതിയതാട്ടോ. എയർ ഫിൽറ്റർ മാറേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ബ്രേക്സ് 4 ചെക്ക് ചെയ്യണം. പിന്നെ AC ഒക്കെ ഓൾറെഡി നല്ല വർക്ക് ചെയ്യണം. ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ പണി. വണ്ടി പെർഫെക്റ്റ് ആയി. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊക്കെ അടിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.